നമുക്ക് ഇവിടെ ആദ്യം മുതലേ ഉള്ള ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. ഞാനാണ് ഫസ്റ്റ് പോലീസിനെ വിളിക്കുന്നത്. അമ്പസവന പ്രകടനം നടന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ കാറിലാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു SI ഓടി വന്നത്, പുക ഉയർന്നത്. പക്ഷെ പെട്ടെന്ന് പോലീസ് വന്ന് ഒരു ഫയർഫോഴ്സേ വന്നിട്ടുള്ളൂ, ഒരു വണ്ടി. പിന്നെ ഇങ്ങനെ എല്ലാവരും ജനങ്ങളെത്തി. ഇതിലൊരു നിഗൂഢത ഉണ്ട്. മെഡിക്കൽ കോളേജ് കത്തിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. മെഡിക്കൽ കോളേജ് കത്തിയിട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നില്ല അവിടെ. വളരെ ഇതാണ് ഇവിടുത്തെ പോലീസിന് അന്വേഷണം വളരെ. പിന്നെ പുനഃ സ്റ്റാൻഡ് കോഴിക്കോട്, ഈ പുനഃ സ്റ്റാൻഡ് കത്തി. ഇവിടെ എന്താ ഇതിപ്പോൾ ഇത്രയും പോലീസ് ഇവിടെ വന്ന് ഇവിടെ കത്തിക്കൊടുക്കുക. നമ്മളെ ഈ ഭരണത്തിൻ്റെ വെള്ളം എന്താ ഒരു ഫയർഫോഴ്സിൻ്റെ നിഗൂഢത വളരെ അപൂർവമാണ്. ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് വന്നിട്ട് ദിവസം വീണ്ടും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ 2 ഭാഗത്തു നിന്നും കൂടുതൽ വെള്ളം അടിച്ചുകൊണ്ട് കഴിവതും വേഗത്തിൽ തീ ഇനിയെങ്കിലും കെടുത്തുന്നതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലാണ് വലിയ തോതിൽ തീ ആളിപ്പടർന്നത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലാണ് ആദ്യം തീ ഉയർന്നത്. പിന്നീട് അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഫയർ എഞ്ചിനുകൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമയം ഇത്രയായിട്ടും പൂർണ്ണമായിട്ടും തീ നിയന്ത്രണവിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ആളുകൾ